Hello, sir. Hello, Vijay. Where are you? At home? No, sir. I just walked into my office. Good. I want to meet you right now. It's very urgent. Can you come to Bentley Hotel? Sure, sir. I'll be there in 20. Thank you, Vijay. Welcome. Thank you. What do you think? Do you think it sounds like a good deal? Yeah. Because I see the figures there, and they don't look very. For me, yes. Hello, Vijay. Hi, sir. Come sit down. Meet my friends from Scotland. Mr. Lawley, Hi. Mr. Steve, Hi. and Mr. Robbins. Hi. Could I have the file, please? Sure. ഇവർക്കിതിൽ തൻ്റെ ഒരു സിഗ്നേച്ചർ വേണമെന്ന്. സർ ഇത് ഡോണ്ട് വറി. ഞാൻ പറഞ്ഞെന്ന് വെച്ച് കാര്യമറിയാതെ താൻ അതിൽ ഒപ്പിടുമൊന്നും വേണ്ട. സ്കോട്ട്ലൻഡിലെ ഇൻവേർണസിലുള്ള ബെൻ നെവിസ് ഡിസ്റ്റിലറി തൻ്റെ പേരിൽ ലീസിനെടുക്കാനുള്ള എഗ്രിമെൻ്റ് ആണത്. ചില ലീഗൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ മാത്രമാണ് ഈ ലീസ് എഗ്രിമെൻറ്റ്. അത് കഴിഞ്ഞാൽ ഡിസ്റ്റിലറി തനിക്ക് തൻ്റെ പേരിൽ സ്വന്തമാക്കാം. സർ ഞാൻ അത്രയ്ക്കൊന്നും പ്രിപ്പയർഡ് അല്ല. ഞാൻ തന്നോട് ചോദിച്ചത് ഒരു സിഗ്നേച്ചർ മാത്രമാണ് വിജയ്. സോ ഫർഗെറ്റ് അബൌട്ട് ദി അതർ തിങ്സ്. അതേടോ, ഇതെൻ്റെ ഒരു ഗിഫ്റ്റാ തനിക്ക്. ഏറെ കാലത്തിന് ശേഷം മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാര്യം എൻ്റെ മകൾ ഇന്നലെ എന്നോട് പറഞ്ഞു. Now she's ready to marry you. പുറമെ എത്രയൊക്കെ അംബീഷ്യസ് ആണെങ്കിലും തൻ്റെ ഉള്ളിലൊരു നന്മയുണ്ടെന്നാണ് അവൾ പറയുന്നത്. ഇങ്ങനൊന്നിന് സാക്ഷിയാവാൻ തൻ്റെ ഈ അസിയേട്ടൻ വേണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് അങ്ങേരെ ഞാനിങ്ങ് വരുത്തി. ഇനി വെച്ച് താമസിപ്പിക്കണ്ട, ഒപ്പിട്ടോളൂ. സർ ജസ്റ്റ് എ മിനിറ്റ്. ഷുവർ, നോ പ്രോബ്ലം. അസീറിന് ഒന്ന് വന്നേ. എന്താ? ഒന്ന് വന്നേ. അനുഗ്രഹം വാങ്ങിക്കാനായിരിക്കും. 1 minute. ഓ ഷുവർ. ദാ കാല് വാങ്ങിച്ചോളൂ. എന്ത് അനുഗ്രഹം? ഷേ, അതല്ല അസിയേട്ടാ. പിന്നെ ആ അഗ്രിമെന്റിൽ ഞാൻ സൈൻ ചെയ്യില്ല. അതെന്താ? അസിയേട്ടാ, മെറിൻ അവളുടെ കാര്യം. ഓഹോ, അപ്പൊ ഞാൻ കരുതിയതുപോലെ തമ്പിക്കുട്ടിയുടെ തന്തയില്ലായ്മ ആയിരുന്നില്ല ആ വാർത്ത അല്ലേ? എങ്കിൽ ചെല്ല്, നീ ഇത് പോയി ആ നമ്പ്യാരോടുകൂടി പറ. കുറച്ചു മുമ്പ് ഒരു തമാശ പോലെ അങ്ങേര് എന്നോട് ഇതിനെക്കുറിച്ച് ചോദിച്ചതേ ഉള്ളൂ. അസിയേട്ടാ, ഞാൻ പിന്നല്ലാതെ ചെറ്റത്രവല്ലേ നീ ഇപ്പൊ ഈ പറഞ്ഞത്? ലണ്ടനിൽ നിന്നെയും അയാളെ അറിയാവുന്ന എല്ലാവർക്കും ഈ പ്രപ്പോസലിനെ കുറിച്ചും അറിയാം. ഇതുവരെ ആ പെണ്ണടഞ്ഞു നിൽക്കുമായിരുന്നു. ഇപ്പൊ അവൾ ഒരു വ്യക്തി സമ്മതിച്ചപ്പം വീണ്ടും ഞാൻ പറയുക, നിനക്ക് ശരിക്കും അറിയില്ല നമ്പ്യാര്. മോനെ വിജയ്, മെറിൻ നല്ല കുട്ടിയാ. നിനക്ക് മാത്രമല്ല, ഞങ്ങൾക്കൊക്കെ അവളെ വലിയ ഇഷ്ടമാണ്. പക്ഷെ അതെല്ലാം ഒരു സിമ്പതിയുടെ പേരിലാണെന്ന് മാത്രം. നിന്നെ നന്നായി മനസ്സിലാക്കിയ ഒരാളെന്ന നിലയ്ക്ക് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇപ്പോഴത്തെ ഒരു ആവേശത്തിന് ഈ സൗഭാഗ്യങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ച് നീ മെറിനെ വിവാഹം ചെയ്താൽ അധികം വൈകാതെ തന്നെ നീ അതിൽ റിഗ്രറ്റ് ചെയ്യും. നീ അവളെ വെറുക്കും. അതാണ് നിന്റെ നേച്ചർ. പക്ഷെ അസിയേട്ടാ, അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഐ അണ്ടർസ്റ്റാൻഡ്. പക്ഷേ വിജയ്, ഇതല്ല അതിനുള്ള സൊല്യൂഷൻ. നീ അവളെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്തോളൂ. അവൾക്കും ഫാമിലിക്കും ജീവിക്കാൻ വേണ്ടതെല്ലാം കൊടുത്തോളൂ. ആവശ്യത്തിലേറെ കിട്ടില്ലേ നിനക്ക് ഈ അലയൻസ് കൊണ്ട്? പിന്നെന്താ? ദേ, ഇനിയും ലേറ്റ് ആയാൽ നമ്പ്യാർക്ക് എന്തെങ്കിലും ഡൗട്ട് അടിക്കും. നീ വന്നേ.
മെറിൻ ദാ ഇത് നിനക്കാ. എനിക്കോ? അതെ, NHS തുറക്കട്ടെ. നമ്പ്യാർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ കല്യാണത്തിന് ഡേറ്റിംഗ് അടുത്തു. ഈ നവംബർ 2 പറഞ്ഞാൽ ഇനി കഷ്ടിച്ച് 20 ദിവസമേ ഉള്ളൂ. ആർഭാടം വേണ്ടാന്ന് പവിത്ര പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് അടുത്ത ഫ്രണ്ട് സർക്കിളിലെങ്കിലും ഒന്ന് വിളിക്കണ്ടേ? ഹലോ മെറിൻ. വിജയ്, എനിക്കിപ്പോൾ NHS ഒരു ലെറ്റർ വന്നു. ഫിസിക്കലി അൺഫിറ്റ് ആയതുകൊണ്ട് അവരെന്റെ പോസ്റ്റിംഗ് ക്യാൻസൽ ചെയ്യുകയാണെന്നും അവരുടെ വിസയിൽ എനിക്ക് 30th വരെ ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്താ വിജയ് ഇനി ചെയ്യേണ്ടത്? മെറിൻ, ഏയ്, മെറിൻ, ഞാൻ അസിയാണ്, വിജയുടെ ഫ്രണ്ട്. മോള് വറീഡ് ആവണ്ട. ഞാൻ ഇന്ന് തന്നെ NHS ഓഫീസുമായി കോൺടാക്ട് ചെയ്ത് HR മാനേജറുമായി നേരിട്ട് കാണാൻ ഒരു അപ്പോയിൻമെന്റ് എടുക്കാം. നമുക്ക് നമ്മുടെ അവസ്ഥ അവരോട് പറഞ്ഞു നോക്കാം. അവർക്കത് മനസ്സിലായാലും. അപ്പോയിൻമെന്റ് എടുത്തതിന് ശേഷം ഞാൻ മെറിനെ അങ്ങോട്ട് വിളിച്ചോളാം. ഓക്കെ, ബൈ. മെറിൻ, അസിയേട്ടാ. നീ നോക്കുവൊന്നും വേണ്ട. നിന്നെ കൊണ്ട് മനഃപൂർവ്വം സംസാരിപ്പിക്കാതിരുന്നതാ. വെറുതെ ആ കൊച്ചിന് ഇനി ഒരു പ്രതീക്ഷ കൊടുക്കാൻ. Mr. Francis, at the NHS, we have to follow certain rules and regulations, and we have made a decision in this particular case. After checking all the possibilities, I don't think we can't do a recheck at all. I'm sorry. Ma'am, I mean, on humanitarian grounds, if you can... See, Mr. Francis, the best NHS can offer is a small compensation and a ticket back to India. That's all. That's not all. How does it work? Merin is here on your invitation, so she's your responsibility. Hey. Ma'am, I really beg you to help me in my situation. Please consider me at least as a care assistant in one of your small nursing home. Please. I don't know how I'll get back home this way. Merin, I will pray for a miracle for you. I'm so sorry. There's nothing more I can do. I feel so helpless. മോളെ, കരയല്ലേ?